Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. 37ാമത് ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ആവേശകരമായ തുടക്കം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ എം മുഹമ്മദ് റാഫി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി നാടെങ്ങും കരോൾ ഗാനങ്ങൾ മുഴങ്ങിത്തുടങ്ങി. ചെറുകുന്ന് ക്രിസ്തുക്കുന്ന് തിരുഹൃദയ ദേവാലയത്തിൽ സംഘടിപ്പിച്ച ക്രിസ്ബൽ പരിപാടി വിശ്വാസികൾക്ക് ആത്മീയ ഉല്ലാസമായി. വിശന്ന് വലഞ്ഞു വരുന്നവർക്കായി പൊതിച്ചോറും ഉപ്പിലിട്ട മാങ്ങയും ക്ഷേത്രത്തിലെ അരയാലിൽ കെട്ടിത്തൂക്കിയിടുക. ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് ക്ഷേത്രം തകർക്കാനെത്തിയ ടിപ്പുവിന്റെ പടയാളിക്ക് അന്നം നൽകിയപ്പോൾ ക്ഷേത്രം തകർക്കാതെ അവർ തിരിച്ചു പോകുക കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ അന്നദാനവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് പറയാൻ ഇങ്ങനെ നിരവധി കഥകൾ. പിലാത്തറ ദേശീയപാതയിൽ സർവീസ് റോഡിന്റെ സ്ലാബ് പൊട്ടിയത് അപകട ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം കാൽനടയാത്രക്കാരിക്ക് സ്ലാബ് പൊട്ടിയ കുഴിയിൽ വീണ് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. 37ാമത് ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ആവേശകരമായ തുടക്കം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ എം മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. 18 സംസ്ഥാനങ്ങളിൽ നിന്നായി ആൺകുട്ടികളും പെൺകുട്ടികളും അണിനിരന്ന ചാമ്പ്യൻഷിപ്പിന്റെ മുന്നോടിയായി ടൗണിൽ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തിയ താരങ്ങളെ സ്വീകരിച്ചാനയിച്ചു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ കായിക സംഘാടകരും ജനപ്രതിനിധികളും വിവിധ സംഘടനാ ഭാരവാഹികളും നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് കളിക്കാരുടെ മാർച്ച് പാസ്റ്റും നടന്നു. തുടർന്ന് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി MR ദിനേഷ് കുമാർ, സംസ്ഥാന പ്രസിഡന്റ് M മധു, ജില്ലാ പ്രസിഡന്റ് M രവി മാസ്റ്റർ എന്നിവർ അസോസിയേഷൻ പതാകകൾ ഉയർത്തി. ചാമ്പ്യൻഷിപ്പ് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ എം മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള ഒരുപാട് സ്പോർട്സ് പരമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാഷണൽ ടീമിന് വേണ്ടിയിട്ടും നാഷണലിന് വേണ്ടിയിട്ടും അതുപോലെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടും ഒരുപാട് നല്ല പ്ലെയേഴ്സിനെ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് നല്ല പ്ലെയേഴ്സിനെ വാർത്തെടുത്ത് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള എല്ലാ സജ്ജമായ കാര്യങ്ങളും എല്ലാവരും ചെയ്യണം. സംഘാടക സമിതി ചെയർമാൻ VK ബാവ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്യാമ സ്വാമിനാഥൻ, ട്രഷറർ HS ശ്രീകാന്ത്, ടെന്നിക്കോയ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KV ബിജു, സംഘാടക സമിതി ജനറൽ കൺവീനർ KV ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NDP ഷാഹിന, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് VPP മുസ്തഫ, M മധു, M രവി, CV വിജയരാജ്, M ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ 4 കളങ്ങളിൽ മത്സരങ്ങൾ തുടരും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഡിസംബറിലെ തണുത്ത പകലുകളെ ആവേശഭരിതമാക്കി ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പ്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തിങ്കളാഴ്ച രാവിലെ 9 മണി മുതലാണ് ആരംഭിച്ചത്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ സിംഗിൾസ്, ഡബിൾസ്, മിക്സഡ് ഡബിൾസ് തുടങ്ങി വിവിധ ഇനങ്ങളിൽ 4 കളങ്ങളിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നുവരുന്നത്. 18 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 300-ൽ പരം കായിക താരങ്ങളും 50-ൽ പരം ഒഫീഷ്യലുകളും പങ്കെടുക്കുന്നുണ്ട്. തൃക്കരിപ്പൂരിൽ ആദ്യമായി നടക്കുന്ന ടെന്നിക്കോയ്റ്റ് ദേശീയ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ വാശിയേറിയ മത്സരങ്ങളാണ് കുരുന്നു താരങ്ങൾ കാഴ്ചവെക്കുന്നത്. തൃക്കരിപ്പൂരിന് ഉത്സവഛായ നൽകി 5 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ കാണാൻ നിരവധി കായിക പ്രേമികൾ എത്തുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി നാടെങ്ങും കരോൾ ഗാനങ്ങൾ മുഴങ്ങിത്തുടങ്ങി. ചെറുകുന്ന് ക്രിസ്തുകുന്ന് തിരുഹൃദയ ദേവാലയത്തിൽ സംഘടിപ്പിച്ച ക്രിസ്ബൽ പരിപാടി വിശ്വാസികൾക്ക് ആത്മീയ ഉല്ലാസമായി. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ദേവാലയ അങ്കണത്തിൽ ഒരുക്കിയ ക്രിസ്തുമസ് പാപ്പ, നക്ഷത്രാലങ്കാരങ്ങൾ, വർണ്ണാഭമായ ലൈറ്റുകൾ എന്നിവ ശ്രദ്ധേയമായി. കുട്ടികളും യുവജനങ്ങളും പങ്കെടുത്ത കരോൾ ഗാനങ്ങൾ തിരുപ്പിറവിയുടെ സന്തോഷ സന്ദേശം ഗ്രാമമൊട്ടാകെ എത്തിച്ചു. സ്നേഹവും സാഹോദര്യവും സമാധാനവും പകരുന്ന ക്രിസ്തുമസ് സന്ദേശമാണ് കരോൾ ഗാനങ്ങളിലൂടെ വിശ്വാസികൾ പങ്കുവച്ചത്. പരിപാടിയുടെ ഭാഗമായി ദേവാലയത്തിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം സഭാവികാരി ക്രിസ്തുമസ് സന്ദേശം നൽകി. നമ്മൾക്ക് എല്ലാവർക്കുമായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. യേശു ക്രിസ്തു എന്ന ഈ ഒരു വലിയ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ഒത്തൊരുമയാണ് നാം ഇവിടെ ക്രിസ്തുകുന്ന് തിരുഹൃദയ ദേവാലയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വരാനിരിക്കുന്ന ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും വലിയ ആഹ്ലാദത്തിന്റെ സന്തോഷത്തിന്റെ ഒരു ദിനം നേരുകയും നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുകുന്നിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ചെറുകുന്ന് തറ ചുറ്റി സഞ്ചരിച്ച് ദേവാലയ പരിസരത്ത് സമാപിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ ഡിസിൽവ ലൂയിസ് നേതൃത്വം നൽകി. മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധം ശക്തിപ്പെടുത്താനും ദരിദ്രരും നിരാലംബരും ഉൾപ്പെടുന്ന സമൂഹ നന്മയ്ക്ക് മുന്നിട്ടിറങ്ങാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ക്രിസ്ബൽ ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്കായി വിവിധ കലാപരിപാടികളും ക്രിസ്തുമസ് ആശംസാ പരിപാടികളും സംഘടിപ്പിച്ചു. വിശ്വാസികളും നാട്ടുകാരും ഒരുപോലെ പങ്കെടുത്ത ക്രിസ്ബൽ ആഘോഷങ്ങൾ ചെറുകുന്നിൽ ക്രിസ്തുമസ് ആവേശത്തിന് തുടക്കം കുറിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിശന്ന് വലഞ്ഞു വരുന്നവർക്കായി പൊതിച്ചോറും ഉപ്പിലിട്ട മാങ്ങയും ക്ഷേത്രത്തിലെ അരയാലിൽ കെട്ടിത്തൂക്കിയിടുക. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ക്ഷേത്രം തകർക്കാനെത്തിയ ടിപ്പുവിന്റെ പടയാളിക്ക് അന്നം നൽകിയപ്പോൾ ക്ഷേത്രം തകർക്കാതെ അവർ തിരിച്ചു പോവുക കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. എന്നാൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ അന്നദാനവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് പറയാൻ ഇങ്ങനെ നിരവധി കഥകളുണ്ട്. അന്നദാനം കൊണ്ട് പുകഴ്പെറ്റ ക്ഷേത്രമാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം. അന്നദാനവുമായി ബന്ധപ്പെട്ട് നിരവധി ചടങ്ങുകളും ഈ ക്ഷേത്രത്തിലുണ്ട്. അന്നദാനം കൊണ്ട് പുകഴ്പെറ്റ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ 2 നേരവും അന്നപ്രസാദം നൽകി വരുന്നു. കേരളത്തിലെ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൽ അന്നദാനം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം നൽകി വരുന്നു. ദേവസ്വം ബോർഡും സേവാസമിതിയുമാണ് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നടത്തിവരുന്നത്. വിശേഷ ദിവസങ്ങളിൽ വിഭവസമൃദ്ധമായ സദ്യ തന്നെ നൽകി വരാറുണ്ട്. ഭക്തജനങ്ങൾ അന്നദാനത്തിനായി അരിയും പച്ചക്കറിയും നൽകി വരുന്നു. ക്ഷേത്രത്തിലെ അന്നദാനത്തിനുള്ള കറിയുടെ പച്ചക്കറി മുറിക്കുന്നതിലും വിളമ്പുന്നതിലുമെല്ലാം പ്രത്യേകതകളുണ്ട്. അന്നദാനത്തിന് മുൻപ് വിശേഷ ചടങ്ങുകളും നടന്നുവരുന്നു. പഴയകാലത്ത് രാത്രികാലങ്ങളിൽ വിശന്നു വരുന്നവർക്ക് കഴിക്കാൻ ഭക്ഷണം പൊതികളിലാക്കി ഉപ്പിലിട്ട മാങ്ങയും കൂടി ക്ഷേത്ര ആലിൽ കെട്ടിവെക്കുമായിരുന്നു. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ക്ഷേത്രം തകർക്കാനെത്തിയ സൈനികർ വിശന്നു വലഞ്ഞപ്പോൾ അന്നം നൽകിയത് ക്ഷേത്രത്തിൽ നിന്നാണ്. അതുകൊണ്ട് അവർ ആ ക്ഷേത്രം പൊളിക്കാതെ തിരിച്ചുപോയെന്നും പഴമക്കാർ പറയുന്നു. ദിവസേന 100 കണക്കിന് ആളുകൾ അന്നദാനത്തിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലെത്തുന്നു. പടയോട്ട കാലത്ത് ഈ ക്ഷേത്രം നശിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി. അപ്പൊ ഈ അമ്പലത്തിലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷമാണ് അത് ഇല്ലാതായത് എന്നൊരു കാര്യമുണ്ട്. അത് എങ്ങനെയാണ് ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നത്? അതിനെപ്പറ്റി പൂർവികമായി പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമാണ്. അത് നേരത്തെ ഈ പടയോട്ട കാലത്ത് ടിപ്പുവിന്റെ പടയാളികൾ ഈ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തുകൂടി ഈ നടയിലൂടെ വരികയും അവർ വന്ന് ഇവിടെ എത്തിയത് രാത്രി സമയമായിരുന്നുവെന്നും രാത്രി സമയത്ത് വിശന്നു വലഞ്ഞാണ് അവർ എത്തിച്ചേർന്നതെന്നും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആലിന്റെ വള്ളിയിൽ പൊതിച്ചോറും ഉപ്പിലിട്ട മാങ്ങയും കെട്ടിത്തൂക്കുന്ന ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ട് തന്നെ ആ പൊതിച്ചോറ് കണ്ട് ആ പൊതിച്ചോറ് കഴിച്ച് അവർക്ക് വിശപ്പ് മാറി. ആ വിശപ്പ് മാറി അവർ സന്തോഷത്തിൽ അവർ ക്ഷേത്രത്തെ തൊടാതെ യാതൊരു തരത്തിലുള്ള ആക്രമണവും നടത്താതെ ഇവിടുന്ന് പിരിഞ്ഞുപോയി എന്നാണ് പൂർവികമായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് വിഷുവിളക്കുത്സവം. ഇതിനായി കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തലാണ് ഒരുക്കുക. ഉത്സവ സമയത്ത് വിഭവസമൃദ്ധമായ സദ്യയാണ് നൽകി വരുന്നത്. അന്നപൂർണേശ്വരിയുടെ നാടായ ചെറുകുന്ന് കണ്ണപുരത്ത് ആരും തന്നെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കേണ്ടി വരില്ല. വിശന്ന് വലഞ്ഞു വരുന്ന 100 കണക്കിന് ഭക്തർക്ക് ദിവസവും 2 നേരവും അന്നപ്രസാദം നൽകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ക്യാമറാമാൻ നികേഷ് താവത്തിനോടൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ജനപ്രതിനിധികൾക്ക്
വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ നടന്ന ഘിയാദു തംകിൻ ആദര സമ്മേളനം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ശാക്തീകരിക്കപ്പെട്ട നേതൃത്വം എന്നർത്ഥമുള്ള ഗിയാദത്തു തംകീൻ എന്ന പേരിൽ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിന് കീഴിലെ നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ മുസ്ലിം ലീഗ് ചിഹ്നത്തിൽ ഇത്തവണ വിജയം നേടിയ 35 ജനപ്രതിനിധികളെയാണ് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. CH ടൗൺ ഹാളിൽ നടന്ന ആദര സമ്മേളനം മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് റൈഹാനത്ത് പെരുമ്പട്ട അധ്യക്ഷത വഹിച്ചു. മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് K ഫാരിഷ ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. മണ്ഡലം സെക്രട്ടറി ഷംസീറ മുഹമ്മദ് അലി, ട്രഷറർ ഷരീഫ റൂസിയ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PKC റൌഫ് ഹാജി, ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, വൈസ് പ്രസിഡന്റ് ജാദിയിൽ അസിനാർ, ട്രഷറർ ലത്തീഫ് നീലഗിരി, സെക്രട്ടറി റഫീഖ് കോട്ടപ്പുറം, NKP മുഹമ്മദ് കുഞ്ഞി, A മുസ്തഫ ഹാജി, ഹനീഫ പടന്ന, റഫീഖ് കാടങ്കോട്, ഹക്കീം തുരുത്തി, ഖാസിം ചാനടുക്കം, TP റുക്സാന തുടങ്ങിയവർ സംസാരിച്ചു. ദുബായ് KMCC ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കിയ സാമൂഹ്യ സുരക്ഷാ സ്കീമിൽ നിന്നും 23 ലക്ഷത്തിൽ പരം രൂപ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ചടങ്ങിൽ മണ്ഡലം ഭാരവാഹികൾ വഴി കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തന പദ്ധതിയിൽ 100 പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ 2026 ജനുവരി 1 മുതൽ 17 വരെ നടക്കുന്ന കേരള യാത്രയുടെ പ്രചരണാർത്ഥം തൃക്കരിപ്പൂർ സോണിൽ സന്ദേശയാത്ര തുടങ്ങി. വലിയപറമ്പ് മാവിലാക്കടപ്പുറം ഒരിയരയിൽ സിയാറത്തിനു ശേഷം നടന്ന ചടങ്ങിൽ ജംഇയ്യത്തുൽ മുഅല്ലിം തൃക്കരിപ്പൂർ റേഞ്ച് പ്രസിഡന്റ് PK അബ്ദുള്ള മൗലവി പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ചരിത്ര സംഭവമാകാൻ പോകുന്ന 3ാമത് കേരള യാത്രയുടെ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് തൃക്കരിപ്പൂർ സോണിന്റെ നേതൃത്വത്തിലാണ് 2 ദിവസങ്ങളിലായി പ്രചരണ സന്ദേശയാത്ര പ്രയാണം നടക്കുന്നത്. വലിയപറമ്പ് മാവിലാക്കടപ്പുറം ഒരിയരയിൽ സന്ദേശയാത്രയുടെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് PK അബ്ദുള്ള മൗലവി പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. സന്ദേശയാത്രാ നായകൻ സൈഫുള്ള തങ്ങൾ ഏറ്റുവാങ്ങി. ജലീൽ സഖാഫി, ഇസ്മയിൽ സഅദി, VC മുഹമ്മദ്, ഷിബിലി അമാനി, MDP അബൂബക്കർ മൗലവി, റസാഖ് പുഴക്കര, ഇസ്മയിൽ മാവിലാടം എന്നിവർ സംസാരിച്ചു. തുടർന്ന് വലിയപറമ്പ്, തൃക്കരിപ്പൂർ, പടന്ന, ചെറുവത്തൂർ എന്നിവിടങ്ങളിലെ പര്യടനത്തിനു ശേഷം ആദ്യ ദിനം ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ഞായറാഴ്ച രാവിലെ പിലിക്കോട് പഞ്ചായത്തിലെ ചന്തേരയിൽ നിന്നും ആരംഭിച്ച 18 കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി ഈസ്റ്റേളേരി പഞ്ചായത്തിലെ നീലമ്പാറയിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിലാത്തറ ദേശീയപാതയിൽ സർവീസ് റോഡിന്റെ സ്ലാബ് പൊട്ടിയത് അപകട ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം കാൽനട യാത്രക്കാരിക്ക് സ്ലാബ് പൊട്ടിയ കുഴിയിൽ വീണ് പരിക്കേറ്റിരുന്നു. പിലാത്തറ ദേശീയപാതയിൽ സർവീസ് റോഡിന്റെ സ്ലാബ് പൊട്ടിയത് അപകട ഭീഷണിയാകുന്നു. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ എതിർഭാഗത്ത് പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡരികിലെ സ്ലാബാണ് പൊട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാൽനട യാത്രക്കാർക്ക് സ്ലാബ് പൊട്ടിയ കുഴിയിൽ വീണ് പരിക്കേറ്റിരുന്നു. വിദ്യാർത്ഥികളും മുതിർന്നവരുമടക്കം നിത്യേന നിരവധി പേർ നടന്നു പോകുന്ന റോഡ് കൂടിയാണിത്. വാഹനങ്ങൾ വരുമ്പോൾ സൈഡിലേക്ക് മാറി നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ സ്ലാബ് പൊട്ടിയത് നന്നാക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. റോഡ് തകർന്ന് വാഹനയാത്ര ദുരിതമാകുന്നു. വയലപ്ര പാർക്ക് ചെമ്പല്ലിക്കുണ്ട് റോഡാണ് തകർന്ന യാത്ര ദുരിതമായി മാറുന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ വയലപ്ര പാർക്ക് ചെമ്പല്ലിക്കുണ്ട് റോഡ് തകർന്ന് വാഹനയാത്ര ദുരിതമായി മാറുന്നു. വയലപ്ര പാർക്കും പുഴയോരവും സഞ്ചാരികളുടെ പ്രധാന കേന്ദ്രങ്ങളാണ്. എന്നാൽ ഇവിടേക്ക് എത്തിച്ചേരുന്ന സഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും റോഡ് തകർന്നത് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. പലയിടങ്ങളിലും ടാറിങ്ങുകൾ പൊട്ടി കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ചിലയിടത്ത് ജില്ലിക്കല്ലുകൾ ഇളകിയ നിലയിലുമാണ്. ഇതുവഴി സഞ്ചരിക്കുന്നവർ ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത്. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതർ റോഡ് നന്നാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് ഏറ്റുകുടുക്കയിലെ ബൂത്ത് ഏജന്റ് ഷിജുവിന്റെ വീടും കാറും തകർക്കപ്പെട്ടിരുന്നു. ഷിജുവിന് കൈത്താങ്ങായി 1ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഷിജുവിന്റെ മാതാവ് മേഴ്സിക്കുട്ടിക്ക് ധനസഹായം കൈമാറി. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് ഏറ്റുകുടുക്കയിലെ ബൂത്ത് ഏജന്റ് ഷിജുവിന്റെ വീടും കാറും തകർക്കപ്പെട്ടിരുന്നു.
ഷിജുവിന് കൈത്താങ്ങായി 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ധനസഹായം നൽകി. ബൂത്ത് പ്രസിഡന്റ് വിജയൻ പി ഷിജുവിന്റെ മാതാവ് മേഴ്സിക്കുട്ടിക്ക് ധനസഹായം കൈമാറി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് ഏറ്റുകൊടുക്ക, ശ്രീജിത്ത് ഭാനു കെ, രജനി കെ, ഷൈജു വാഴിയിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രാമന്തള്ളി കല്ലേറ്റുംകടവ് കൊടക്കൽ വീട്ടിൽ രാജീവിന്റെ മകൻ സിദ്ധാർത്ഥ് വരച്ച മുത്തപ്പൻ തിരുവപ്പൻ ചിത്രം ബോംബെയിൽ. രാമന്തള്ളി കല്ലേറ്റുംകടവ് കൊടക്കൽ വീട്ടിൽ രാജീവിന്റെ മകൻ സിദ്ധാർത്ഥ് വരച്ച മുത്തപ്പൻ തിരുവപ്പൻ ചിത്രം ബോംബെയിലെ വീരാർ മുത്തപ്പൻ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ഇവരുടെ കുടുംബം സ്ഥിരതാമസം മുംബൈയിലാണ്. ഡ്രോയിങ്ങിൽ എലമെന്ററി ആൻഡ് ഇന്റർമീഡിയറ്റ് പരീക്ഷയിൽ സിദ്ധാർത്ഥ് എ ഗ്രേഡിൽ പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് 3-ാം വർഷ ബിടെക് വിദ്യാർത്ഥിയാണ്. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കണ്ടോത്ത വിശ്വശാന്തി ഭവനിൽ ലോക മെഡിറ്റേഷൻ ദിനം ആചരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 37ാമത് ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ആവേശകരമായ തുടക്കം. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ എം മുഹമ്മദ് റാഫി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി നാടെങ്ങും കരോൾ ഗാനങ്ങൾ മുഴങ്ങിത്തുടങ്ങി. ചെറുകുന്ന് ക്രിസ്തുക്കുന്ന് തിരുഹൃദയ ദേവാലയത്തിൽ സംഘടിപ്പിച്ച ക്രിസ്ബൽ പരിപാടി വിശ്വാസികൾക്ക് ആത്മീയ ഉല്ലാസമായി. വിശന്ന് വലഞ്ഞു വരുന്നവർക്കായി പൊതിച്ചോറും ഉപ്പിലിട്ട മാങ്ങയും ക്ഷേത്രത്തിലെ അരയാലിൽ കെട്ടിത്തൂക്കിയിടുക. ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് ക്ഷേത്രം തകർക്കാനെത്തിയ ടിപ്പുവിന്റെ പടയാളിക്ക് അന്നം നൽകിയപ്പോൾ ക്ഷേത്രം തകർക്കാതെ അവർ തിരിച്ചു പോകുക കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ അന്നദാനവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് പറയാൻ ഇങ്ങനെ നിരവധി കഥകൾ. പിലാത്തറ ദേശീയപാതയിൽ സർവീസ് റോഡിന്റെ സ്ലാബ് പൊട്ടിയത് അപകട ഭീഷണിയാകുന്നു. കഴിഞ്ഞ ദിവസം കാൽനടയാത്രക്കാരിക്ക് സ്ലാബ് പൊട്ടിയ കുഴിയിൽ വീണ് പരിക്കേറ്റു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.